ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് വേണമെന്നതിൽ മുസ്ലിം ലീഗ് വിട്ടുവീഴ്ചയ്ക്കില്ല. മൂന്നാം സീറ്റ് സംബന്ധിച്ച തീരുമാനമാകാത്തതിനാൽ നാളത്തെ UDF യോഗം മാറ്റി. കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ചയാണ് നടക്കുക. ലീഗ് കടുത്ത തീരുമാനത്തിലേക്ക് പോകുമെന്ന ആശങ്ക കോൺഗ്രസിനുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് ശക്തമാക്കിയതോടെയാണ് നാളെ നടക്കേണ്ട UDF യോഗം മാറ്റിയത്. ലീഗിന്റെ മൂന്നാം സീറ്റ് സംബന്ധിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗും നാളെ ചർച്ച ചെയ്യും. നാളത്തെ ചർച്ചയോടെ മൂന്നാം സീറ്റ് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാകണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. കോൺഗ്രസുമായിട്ട് സൗഹാർദ്ദത്തിൽ തന്നെയാണ്. ആ സൗഹാർദ്ദപരമായിട്ട് നാളെ ചർച്ച നടക്കും. ആ ചർച്ചയിൽ തീരുമാനം ഉണ്ടാവും. നാളെ ഉച്ചയ്ക്ക് നിങ്ങളോട് വിവരം പറയാം. മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് ചോദിക്കാമെന്നും പരസ്പരം വിട്ടുവീഴ്ച ചെയ്താലേ മുന്നണി സംവിധാനം മുന്നോട്ട് പോകൂവെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. മുസ്ലിം ലീഗിനെ പോലുള്ള ഒരു പാർട്ടി ഒരു സീറ്റും കൂടെ ചോദിക്കുന്നത് തെറ്റില്ല. പക്ഷേ പരസ്പരം എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് ഒരു ശക്തമായിട്ടുള്ള മത്സരം നടത്തുന്നതിന് വേണ്ടിയിട്ട് കൂട്ടായ തീരുമാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ മലബാറിലെങ്കിലും കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകും. അതിനാൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാനാണ് കോൺഗ്രസ് ശ്രമം. ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന വാർത്ത അറിഞ്ഞില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല വാർത്ത എവിടെ നിന്നാണ്. ഞങ്ങളുടെ ചർച്ചകൾ ബാക്കിയുള്ള ഘടകകക്ഷികളെല്ലാമായിട്ട് ഞങ്ങൾ പൂർത്തിയാക്കി. ലീഗുമായിട്ടുള്ള ഒരു ചർച്ചയുടെ ഒരു അന്തിമ ചർച്ച തീരണമല്ലോ. ചർച്ചകൾ നാളെ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ അന്തിമ തീരുമാനമുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റോ അല്ലെങ്കിൽ രാജ്യസഭയിൽ നേരത്തെ ഉണ്ടായിരുന്ന സീറ്റോ നൽകി പ്രശ്നം പരിഹരിക്കാനാണ് സാധ്യത. വിവിധ ബ്യൂറോകൾക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 മലപ്പുറം. കോൺഗ്രസിന്റെ ചവിട്ടും കുത്തും പരിഹാസവുമേറ്റ് ഇനിയും UDFൽ നിൽക്കണമോ എന്ന മുസ്ലിം ലീഗ് ആലോചിക്കണമെന്ന LDF കൺവീനർ EP ജയരാജൻ. ലീഗ് അണികൾ അസ്വസ്ഥരാണ്. മൂന്നാം സീറ്റിന് ലീഗിന് അർഹതയുണ്ട്. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടിന്റെ ഭാഗമായാണ് ലീഗിനെ അവഗണിക്കുന്നത്. ഇത് RSS അജണ്ടയുടെ ഭാഗമാണെന്നും ജയരാജൻ പറഞ്ഞു. അത് ചവിട്ടും കുത്തുമേറ്റ് പരിഹാസ്യരായി കഴിഞ്ഞുകൂടണമോ എന്ന കാര്യം മുസ്ലിം ലീഗ് ആലോചിക്കട്ടെ. അത് അവരുടെ കാര്യമാണ്, അത് ഞങ്ങളുടെ കാര്യമല്ല. അത് തീർച്ചയായും മുസ്ലിം ലീഗ് ചിന്തിക്കും. അതിൻ്റെ അണികൾ വല്ലാത്ത തോതിൽ ക്ഷുഭിതരാണ്. കോൺഗ്രസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന നെറികേടിനെതിരായി മുസ്ലിം ലീഗിൻ്റെ അണികൾ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രതികരണമാണ് നേതാക്കളിൽ വന്നുകൊണ്ടിരിക്കുന്നത്.